എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ്. ഇപ്പൊ നമ്മള് മിക്കവാറും എനിക്ക് തോന്നുന്നത് ആരും ചെയ്തിട്ടില്ലാത്ത റെസിപ്പി ആയിരിക്കും. ഇടിയൻ ചക്ക വെച്ചിട്ടൊരു റെസിപ്പിയാണ്. ഇടിയൻ ചക്ക വെച്ചിട്ട് നമ്മള് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്ന ഒരു 1.5 കൊല്ലം മുൻപായിരിക്കാം, ഇടിയൻ ചക്ക വെച്ചിട്ടൊരു കട്ട്ലേറ്റും ഇടിയൻ ചക്ക വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തോരനായിരുന്നു അത് കേട്ടോ. അപ്പൊ ഒരു പകുതി ഇടിയൻ ചക്ക വെച്ചിട്ട്, വലിപ്പം ഏകദേശം മനസ്സിലാവാൻ വേണ്ടി ഞാൻ പകുതി കാണിച്ചത് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോണത്. അപ്പൊ ഞാനിത് സംഭവം ഇങ്ങനെ നുറുക്കിയിട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറി ചോറിനും ചപ്പാത്തിക്കൊക്കെ ഉഗ്രൻ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. നാളികേരൊന്നും ഇല്ലാണ്ട് വെക്കുന്ന ഒരു കറിയാണ്. അപ്പൊ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാം, മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ 2 ഇടിയൻ ചക്ക റെസിപ്പിയുടെ ലിങ്കും ഞാൻ ഇടാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ ഇടിയൻ ചക്ക കിട്ടുന്ന സീസൺ തന്നെയാണ് കേട്ടോ. ഇവിടെ തൊട്ട് അങ്ങോട്ട് തുടങ്ങാം ഈ ചക്കക്കാലം. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഇടിയൻ ചക്കയാണ്. ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയില് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ഇത്രയും കഷ്ണമായിട്ട് ഞാൻ നുറുക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് അതിനൊക്കെ ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടു. ഇതിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണ്ടത് 2 പച്ചമുളകും കുറച്ച് നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ കായം പൊടി വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പഴുത്ത ടൊമാറ്റോ ആണ്. പിന്നെ സോൾട്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഒരു മണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് തൈര് വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു അടിപൊളി കറി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മള് ഈ ഇടിയൻ ചക്ക നുറുക്കി വൃത്തിയാക്കി വെച്ചേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മള് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ഒരു ഇൻഗ്രീഡിയന്റ് പറയാൻ മറന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവും. എണ്ണ ചൂടായി കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇതിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ വറുത്തിട്ട്. അപ്പൊ എണ്ണ അധികം യൂസ് ചെയ്യാത്തവർക്ക് ഈ റെസിപ്പി യോജിക്കില്ല എന്ന് പറയാം. നല്ല ഇടയ്ക്കൊക്കെയല്ലേ നല്ല ടേസ്റ്റില് ഈ ഒരു കറി ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതിപ്പോ എണ്ണ കൂടുതൽ വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് ഫ്രൈ ചെയ്തെടുക്കണ കാരണം വല്ലപ്പോഴും ഇടിയൻ ചക്കയുടെ ഒരു സൈഡ് നോക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്. എന്നാലും ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഇതിൽ നിന്നും ഇട്ട് ഒന്നുകൂടി ഒന്ന് ബ്രൗൺ കളർ ആവും കേട്ടോ. അപ്പൊ ഫ്രൈ ചെയ്യുന്നുണ്ടോ? ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഫ്രൈ ആവേണ്ടത്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുത്തിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചക്ക വറുത്തതില്ലേ, ചക്ക വറുത്തതിന്റെ പോലെ ഒരു ടേസ്റ്റ്. അപ്പൊ
നമ്മള് നമ്മുടെ ചക്ക ഇടിയൻ ചക്ക അതേ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാത്രം വറുത്ത നമ്മള് ഇടിയൻ ചക്ക വറുത്ത ആ എണ്ണയുണ്ടല്ലോ അത് വേറൊരു മാറ്റി വെച്ചു കേട്ടോ. വേറൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നല്ല ചൂടുള്ള എണ്ണയാണ്. അതിലേക്ക് നമ്മൾ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. അതിന്റെ കൂടെ 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ മുള്ള് കായം പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക്, പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത് പെരിഞ്ജീരകം ഉണ്ടല്ലോ. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ടാണ്. പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇപ്പൊ ഞാൻ ക്രഷ് ചെയ്തതാണ് ഇടാറുണ്ട് കേട്ടോ. ഇതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മള് 3 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ഇട്ടു. ഒരൊറ്റ ടീസ്പൂൺ സോൾട്ട്, ഇനി ടൊമാറ്റോ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. നന്നായിട്ടുണ്ട് വേണം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചക്ക അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം ഒരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണം. അപ്പൊ ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് 1 ടീസ്പൂൺ ഗരം മസാല, അടുത്ത ഇൻഗ്രീഡിയന്റ് തൈരാണ് കേട്ടോ. തൈര് ഒരു കപ്പിന് താഴെ കണ്ടെടുക്കാം. അത് അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ മൂടി വെക്കാം. അപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലോ അല്ലെങ്കിൽ കറിവേപ്പിലയോ എന്താണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് തിരിഞ്ഞിട്ട് കൊടുക്കാം കറിവേപ്പില ആയി കാരണം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം.